പ്രോബബിലിറ്റി, അതായത് സാധ്യത. പ്രോബബിലിറ്റി തിയറിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ അതിന്റെ കുറച്ച് അടിസ്ഥാനങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ഒരു റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ്. എങ്ങനെയുള്ള പരീക്ഷണം? ഈ പരീക്ഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഔട്ട്കമ്മുകൾ മുഴുവനും, അതായത് റിസൾട്ടുകൾ മുഴുവനും ഏതൊക്കെയാണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയാം. അതേസമയം നമ്മളൊരു പ്രത്യേക തവണ ഈ പരീക്ഷണം നടത്തിയാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുകയും ഇല്ല. നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യണം. ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ 2 ഔട്ട്കമാണ് നമുക്ക് കിട്ടുക. ഒന്നില്ലെങ്കിൽ ഹെഡ് ലഭിക്കാം, അല്ലെങ്കിൽ ടെയിൽ ലഭിക്കാം. അപ്പൊ നമുക്ക് മുൻകൂട്ടി അറിയാം ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ലഭിക്കുന്നു നമുക്ക് മുൻകൂട്ടി അറിയാം. അതേസമയം നമ്മളിപ്പോ ഒരു കോയിൻ ഇങ്ങനെ ടോസ് ചെയ്തുകൊണ്ടേയിരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ 1ാമത്തെ തവണ ടോസ് ചെയ്തു, 2ാമത്തെ തവണ ടോസ് ചെയ്തു, അങ്ങനെ ടോസ് ചെയ്ത് പോകുമ്പോൾ 5ാമത്തെ തവണ ഈ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡാണോ ലഭിക്കുക അതെയോ ടെയിലാണോ ലഭിക്കുക എന്ന് നമുക്ക് മുൻകൂട്ടി അറിയില്ല. അത് ടോസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ടോസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ ഔട്ട്കം എന്താണെന്ന് അറിയില്ല. അപ്പൊ അത്തരം ഒരു എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതായത് ആ എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞാൽ കിട്ടിയേക്കാവുന്ന എല്ലാ റിസൾട്ടുകളും നമുക്ക് മുൻകൂട്ടി അറിയാം. പക്ഷെ ഒരു പ്രത്യേക തവണ ആ എക്സ്പെരിമെന്റ് നടത്തിയാൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് മുൻകൂട്ടി അറിയുകയും ഇല്ല.